ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് HSA മോക്ക് ടെസ്റ്റ്. ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു ഹോൾഡ് ദ വേൾഡ് റെക്കോർഡ് ഓഫ് ദ യങ്ങസ്റ്റ് പ്ലെയർ ടു സ്കോർ 150 ഇൻ ലിസ്റ്റ് എ ക്രിക്കറ്റ്? ഓക്കെ, അപ്പോൾ രഞ്ജി ട്രോഫി കളിച്ചിട്ട വിജയ് ഹസാരെ ട്രോഫി മുംബൈക്ക് വേണ്ടി കളിക്കുകയും നാഗാലാൻഡിനെ തോൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ യങ്ങസ്റ്റ് പ്ലെയർ ആരാണെന്ന് നമുക്ക് നോക്കാം. ആയുഷ് മഹാത്രയാണ്. ഓക്കെ, ആയുഷ് മഹാത്ര ദ യങ്ങസ്റ്റ് പ്ലെയർ, 17 ഇയേഴ്സ് ആയിട്ടേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. വെസ്റ്റ് ബംഗാൾ വൺ ദ 78th എഡിഷൻ ഓഫ് സന്തോഷ് ട്രോഫി നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഡിഫീറ്റിംഗ് കേരള. ഓക്കെ, അപ്പോൾ 78ാമത് സന്തോഷ് ട്രോഫി വെസ്റ്റ് ബംഗാൾ ജയിക്കുകയും കേരളത്തിനെ തോൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ഓർത്തു വെക്കുക. വിച്ച് ടു ലാൻഡ്മാർക്ക് ഡസ് ഇന്ത്യൻ ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് ഓവർസീസ് കണക്ട്? അത് നമുക്ക് ഓർത്തു വെക്കാം. ദാറ്റ് ഈസ് തിരുവള്ളൂർ സ്റ്റാച്യു ആൻഡ് ദ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ഇൻ കന്യാകുമാരി. അല്ലേ, ഇന്ത്യയുടെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ്, കടൽ പാലം ആയിട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കന്യാകുമാരിയിലാണ്. അത് നമ്മുടെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലും പിന്നെ കണക്ട് ചെയ്യുന്നത് തിരുവല്ലൂർ സ്റ്റാച്യു ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റ് ദ 38th നാഷണൽ ഗെയിംസ് ഇൻ ഉത്തരാഖണ്ഡ്, ഹു വാസ് എ സ്വിമ്മർ റെപ്രസെൻറ്റിംഗ് കേരള വൺ 3 ഗോൾഡ് മെഡൽസ് ഇൻ ബാക്ക് സ്ട്രോക്ക് ഈവൻറ്റ്സ്? ദാറ്റ് ഈസ് ഹർഷിത ജയറാം. ഓർത്തു വെക്കുക, ഹർഷിത ജയറാമാണ് 38ാമത്തെ നാഷണൽ ഗെയിംസിൽ ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന സ്വിമ്മിംഗ് കോമ്പറ്റീഷനിൽ കേരളയെ റെപ്രസെൻ്റ് ചെയ്ത് 3 ഗോൾഡ് മെഡൽസ് നേടിയത്. ഹർഷിത ജയറാം. Who is appointed as the 11th chairman of ISRO? That is വി നാരായണനാണ് ചെയർമാൻ, ISROയുടെ 11ാമത്തെ ചെയർമാനായിട്ട് ഈ വർഷം അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഓർഗനൈസ്ഡ് ദ സമപന്തി ഭോജനം? ആൻസർ വൈകുണ്ഠ സ്വാമികൾ. ഇറ്റ് വാസ് ഇൻ ദ ഇയർ 1836. ഹു കണ്ടക്റ്റഡ് പന്തി ഭോജനം? പന്തി ഭോജനം തക്യാടയ്യാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പന്തി ഭോജനം നടത്തുന്നത്, അല്ലേ? അത് തക്യാടയ്യാണ്. ഇനി ഒന്നും കൂടെ ഉണ്ട്, മിശ്രഭോജനം. അത് സഹോദരൻ അയ്യപ്പനാണ് 1917. അപ്പോൾ ഓർത്തു വെക്കുക, സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ, പന്തി ഭോജനം തക്യാടയ്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തുന്നത് ആര് എന്നും കൂടെ ചോദിക്കുകയാണെങ്കിൽ അത് തക്യാടയ്യ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ 1917. വെൻ ഡിഡ് ഗാന്ധിജി വിസിറ്റ് കേരള ഫോർ ദ ഫസ്റ്റ് ടൈം? കേരള ഗാന്ധിജി വിസിറ്റ് ചെയ്തത് വർഷം 1920, 18 ഓഗസ്റ്റ്. ഖിലാഫത്ത് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഖിലാഫത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലേ അദ്ദേഹം ആദ്യമായിട്ട് മലബാറിൽ വരുന്നു. രണ്ടാമത്തെ വിസിറ്റ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട 1925. മൂന്നാമത്തത് 1927 അൺടച്ചബിലിറ്റി. ആൻഡ് ആ സമയത്ത് 27 തൃശ്ശൂർ, കൊച്ചി, ട്രാവൻകൂർ സ്കൂളുകളൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയമാണ്. പിന്നെ 34 അദ്ദേഹം മലബാർ വരുന്നു, അല്ലേ? ആ സമയത്താണ് നമ്മുടെ കൗമുദി ടീച്ചർ എന്ത് ചെയ്യുന്നത്? സ്വർണ്ണമൊക്കെ അദ്ദേഹത്തിന് ദാനം ചെയ്യുന്നത്, അല്ലേ? ആൻഡ് ലാസ്റ്റ് വിസിറ്റ് 1937 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, അല്ലേ? ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട അവസാനം 1934 ഗാന്ധിജി കേരളം വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് കേരള റിനൈസൻ ലീഡർ ഈസ് നോൺ ആസ് മേഘജ്യോതിസ്? ദാറ്റ് ഈസ് TK മാധവൻ, അല്ലേ? അദ്ദേഹത്തിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ദേശാഭിമാനി മാധവൻ എന്നും കൂടെ അറിയപ്പെടുന്നു. TK മാധവൻ. കുറച്ച് ഫാക്ട്സ് നമുക്ക് പഠിച്ചാലോ? അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമറാണ്, ജേർണലിസ്റ്റാണ്, ആക്റ്റീവ് മെമ്പർ ഓഫ് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം, അല്ലേ? SNDPയുടെ ആക്റ്റീവ് മെമ്പറായിരുന്നു. അദ്ദേഹം തിരുനെൽവേലിയിൽ വെച്ചാണ് ഗാന്ധിജിയെ കൺവിൻസ് ചെയ്യുന്നത്, അല്ലേ? വൈക്കം സത്യാഗ്രഹത്തിന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ചെട്ടിക്കുളങ്ങരയിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു ഉണ്ട്. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മെയിൻ ലീഡറും കൂടെയാണ്. ദെൻ 1915 അദ്ദേഹം ദേശാഭിമാനി പത്രം കൊല്ലത്ത് എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദേശാഭിമാനി മാധവൻ എന്നും കൂടെ അദ്ദേഹം അറിയപ്പെട്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ ദ പ്രാക്ടീസ് ഓഫ് സതി പ്രഥ വാസ് ബാൻഡ്? 1829. നമുക്ക് ആ ഒരു വർഷം ഓർത്തു വെക്കാം. പ്ലസ് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്ത 2 മഹത് വ്യക്തികളുണ്ട്. അതായത് ആ ഒരു ഇഷ്യൂ ചെയ്ത റെഗുലേഷൻ ബാൻ ചെയ്ത് ഇഷ്യൂ ചെയ്തത് ഗവർണർ ജനറൽ ലോർഡ് വില്യം ബെനഡിക്റ്റ് ആണ്. അതുപോലെ എഫേർട്ട് സോഷ്യൽ റിഫോമർ, ഇന്ത്യൻ സോഷ്യൽ റിഫോമർ, അത് രാജാറാം മോഹൻ റോയ് ആണെന്നുള്ളതും ഓർത്തു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ദ്രവീഡിയൻ മൂവ്മെൻറ്റ്. ഇദ്ദേഹത്തിന് ഒരു ക്ലൂ ഞാൻ തരാം. വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്നു. യെസ്, E.V. രാമസ്വാമി നായ്ക്കർ അല്ലെങ്കിൽ പെരിയോർ എന്നറിയപ്പെടുന്നതാണ് ഇദ്ദേഹം, അല്ലേ? ഫാദർ ഓഫ് ദ്രവീഡിയൻ മൂവ്മെൻറ്റ് എന്നുള്ളതും ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെയർ ഈസ് സലീം അലി നാഷണൽ പാർക്ക് സിറ്റുവേറ്റഡ്? ശ്രീനഗർ, ജമ്മു ആൻഡ് കാശ്മീരാണ്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഈ ഒരു സലീം അലി നാഷണൽ പാർക്കിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, സിറ്റി ഫോറസ്റ്റ് നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, ബഹുമാനാർത്ഥം കൊടുത്ത പേരാണ് സലീം അലി. അദ്ദേഹം ഒരു ഓർണിത്തോളജിസ്റ്റാണ്, അതായത് ഓർണിത്തോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ബേർഡ് സാങ്ച്വറി ഉണ്ട്. അതെവിടെയാണെന്നും കൂടെ ഒന്ന് പഠിക്കാം. ദാറ്റ് ഈസ് ചൊറാവോ ഐലൻഡ്, മണ്ടോവി റിവർ, ഗോവയിലാണ് ഈ ഒരു ബേർഡ് സാങ്ച്വറി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ വരരുത്. നാഷണൽ പാർക്ക് ജമ്മു ആൻഡ് കാശ്മീരിലും ബേർഡ് സാങ്ച്വറി സലീം അലി ബേർഡ് സാങ്ച്വറിയാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഗോവയിലുമാണെന്നുള്ളത് ഓർത്ത് വെക്കുക. വിച്ച് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് നാഷണൽ സെൻറ്റർ ഫോർ മെറൈൻ ബയോഡൈവേഴ്സിറ്റി? ദാറ്റ് ഈസ് ഇൻ ജാംനഗർ. ഓക്കെ, ഗുജറാത്തിലാണ് നാഷണൽ മെറൈൻ ബയോഡൈവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ഇന്ത്യയുടെ ആദ്യത്തെ. ഓക്കെ, യെസ്. വിച്ച് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക്, പാലക്കാട്? ദാറ്റ് ഈസ് അജിണ്ട പീക്കാണ്. ഓക്കെ, നമുക്കപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഈ ആനമുടി എവിടെയാണെന്നും കൂടെ നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. അത് ഇരവികുളം നാഷണൽ പാർക്കിലാണ്. അതിൻ്റെ എലിവേഷൻ അത് എത്ര മീറ്റേഴ്സ് ആണെന്ന് നോക്കാം. 2695 ആണ് അതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്, അല്ലെ, മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇൻവെൻറ്റഡ് പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ? അങ്ങനെ ഞാൻ തന്നത് ആ 3 ഫാക്ട്സും നമുക്ക് വേണമെങ്കിൽ ആ വർഷങ്ങളൊക്കെ അവർ ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഴ്സ് നമുക്കിപ്പോൾ മാത്സ് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ പ്രോട്ടോൺ ഓർത്ത് വെക്കുക, ഏണസ്റ്റ് റൂദർഫോർഡ് ഇൻ 1917. ന്യൂട്രോൺ ആണെങ്കിൽ ജെയിംസ് ചാഡ്വിക് 1932. ആൻഡ് ഇലക്ട്രോൺ ആണെങ്കിൽ J.J. തോംസൺ 1897. ഓക്കെ, നെക്സ്റ്റ്, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ? ആൻസർ ധന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ. നമുക്ക് ദാദാ സാഹിബ് ഫാൽക്കെ എന്നുള്ള പേര് നമുക്ക് അറിയാം, അല്ലേ? നമുക്ക് ആദ്യമായിട്ട് ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തത് അല്ലെങ്കിൽ ലഭിച്ചത് ആർക്കാണെന്ന് കൂടെ ഒന്ന് പഠിക്കാം. ഫസ്റ്റ് വിന്നർ അത് ദേവിക റാണിയാണ്, 1969 ആൻഡ് മിഥുൻ ചക്രവർത്തിയാണ് ലേറ്റസ്റ്റ്, അതായത് 54th ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടുന്ന വ്യക്തി. ഓക്കെ, ദ ഫോക്കസ് ഓൺ അസസ്മെൻറ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഈസ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അല്ലേ? അപ്പോൾ അത് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് മീൻസ് ഫോർമാറ്റീവാണ്. പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങൾ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അസസ്മെൻറ്റ് ഓഫ് ലേണിങ്ങും ആസ് ലേണിങ്ങും കൂടെ ഒന്ന് പഠിക്കാം. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ സബ്മാറ്റീവാണ്, ഏറ്റവും എൻഡിലാണ് അതിൻ്റെ വാല്യൂഷൻ നടക്കുന്നത്. പിന്നെ അസസ്മെൻറ്റ് ആസ് എന്താണ്, ആ സെൽഫ് അസസ്മെൻ്റ് ആണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ടേംസും കൂടെ കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ഫോർമാറ്റീവ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് സബ്മാറ്റീവ്, ആൻഡ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് സെൽഫ് അസസ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ്, the ability to use learned material in a new situation by a child making use of the previous knowledge to solve the problem is called. അപ്പോൾ പ്രീവിയസ് നോളേജ് വെച്ചിട്ട് പുതിയൊരു പ്രശ്നത്തിലകപ്പെട്ടാൽ ആ പ്രീവിയസ് നോളേജ് വെച്ച് അത് സോൾവ് ചെയ്യുന്നതാണെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ, അല്ലേ? അത് നമ്മുടെ ബ്ലൂംസ് ടാക്സോണമിയിലെ 3 തരം ഡൊമൈൻസ് ഉണ്ട്. കൊഗ്നിറ്റീവ് ഡൊമൈൻ, അതുപോലെ അഫക്റ്റീവ് ഡൊമൈൻ, പിന്നെ ഉണ്ടായിരുന്നത് സൈക്കോമോട്ടോർ ഡൊമൈൻ, അല്ലേ? അതിൽ സ്കിൽസാണ് വരുന്നത് സൈക്കോമോട്ടറിൽ. അഫക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫീലിങ്സ് ആൻഡ് കൊഗ്നിറ്റീവ് തോട്ടാണ്. നമുക്ക് കുറച്ച് ഈ അപ്ലൈ ലെവൽ അതിൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. കൊഗ്നിറ്റീവ് ഡൊമൈനിൽ അപ്ലൈ ലെവൽ ആൻഡ് 3rd സ്റ്റാൻഡിലാണ്, അല്ലേ? ബേസിൽ നിന്ന് ആദ്യം നോക്കുമ്പോൾ റിമെമ്പർ, തൊട്ട് മുകളിൽ അണ്ടർസ്റ്റാൻഡ്, 3ാമത്തായിരുന്നു അപ്ലൈ. അവിടെയാണ് യൂസ് ഓഫ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നത്, ന്യൂ സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഫാക്ട്സ് ഒന്ന് വായിച്ച് വയ്ക്കുക. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ കൺസെപ്റ്റ് ഓഫ് മൈക്രോ ടീച്ചിങ് വാസ് ഡെവലപ്ഡ് ബൈ? ആൻസർ ഡ്വൈറ്റ് അലൻ എന്നുള്ള ഓപ്ഷനാണ് മിക്കവാറും കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൊളീഗായിട്ടുള്ള റോബർട്ട് ബുഷും ഉണ്ടായിരുന്നു. അത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി 1963 ഇത് കൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഇതെന്തായിരുന്നു? എ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം ദാറ്റ് പ്രൊഡ്യൂസസ്
വിച്ച് റെഡ്യൂസ് ദ ടീച്ചിങ് സിറ്റുവേഷൻ ടു എ സിമ്പിൾ ഫോം, അല്ലേ, സിമ്പിളാക്കി മാറ്റാനായിട്ടുള്ളത് ഒരു ടീച്ചിങ് ടെക്നീക്കിനെ സിമ്പിളാക്കാൻ ഉള്ള ഒരു പ്രോസസ്സാണ് ഈ മൈക്രോ ടീച്ചിങ്. ഡ്വൈറ്റ് അലൻ എന്നുള്ള വേർഡ് അതുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ്, എ കോമൺ ടെക്നിക് ടു എയ്ഡ് ദ ക്രിയേറ്റീവ് പ്രോസസ് ഈസ്. അപ്പോൾ നമുക്കതറിയാം, ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അലക്സ് എഫ് ഓസ്ബേൺ ഈസ് വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ആസ് ദ ഫാദർ ഓഫ് ബ്രെയിൻ സ്റ്റോമിംഗ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, പക്ഷേ ഇത് അഡീഷണൽ ഫാക്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അലക്സ് ഓഫ് ഓസ്ബേൺ, അല്ലെ, ഫാദർ ഓഫ് ബ്രെയിൻ സ്റ്റോമിംഗ് അറിയപ്പെടുന്നു. എ സ്ലോ ലേണർ ഹാസ് എ ഡാഷ്. എന്ത് തരം ഇൻ്റലിജൻസ് ആണുള്ളത്? തീർച്ചയായിട്ടും ബിലോ ആവറേജ് ഇൻ്റലിജൻസ് ആണ് എ സ്ലോ ലേണറിന് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ പോയം ഹെയിൽ ടു ദി ബ്ലിറ്റ് സ്പിരിറ്റ്? ഈ വരികൾ നമുക്ക് മനസ്സിലായി, അല്ലേ? ഹെയിൽ മീൻസ് വെൽക്കമിങ് ദ ഹെവൻലി സ്പിരിറ്റ്. ആ സ്കൈലാർക്കിനെയാണ് അവിടെ പി ബി ഷെല്ലി അത് പറയുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് ഈസ് അപ്പോസ്ട്രഫി. ദാറ്റ് മീൻസ് ഒരു ഇല്ലാത്തൊരു ഓബ്ജക്റ്റിനെ ഉണ്ടെന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ വെൽക്കം ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് അപ്പോസ്ട്രഫി എന്ന് പറയുന്നത്. ദെൻ നമുക്ക് കൂടുതൽ ഫാക്ട്സ് ആ പോയവുമായി ബന്ധപ്പെട്ട എത്ര ലൈൻസ് ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ടു എ സ്കൈലാർക്കിൽ 105 ലൈൻസ് ആണ്. സ്റ്റാൻസാസ് 21 and divided each stanza having 5 lines each and a rhyming scheme ABABB. ഓക്കെ, ABABB ആണ്. Iambic meter and trachea meters are used. Then it was published in the year 1820 and in the collection Prometheus Unbound. Okay, next question, which type of drama is The School for Scandal? It is a comedy in 5 acts by Richard Brinsley Sheridan. It was first performed in the year 1777 and published in 1780. 1780. Publication year വളരെ important. Okay, The School for Scandals by Richard Brinsley Sheridan. Okay, next question. In the play Soyinka deals with the culture of Nigeria. കൾച്ചറിൻ്റെ പേരാണ് യുറോബ. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് നമ്മളെ സിലബസിൽ കൊടുത്തിട്ടുള്ളതാണ് ടെലിഫോൺ കോൺവെർസേഷൻ, അല്ലേ? ഈ പോയം ഒളി സിംഗയുടെയാണ്. ദെൻ ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1963. ഓക്കെ, ദെൻ അമേരിക്കൻ അക്കാഡമി ഓഫ് അച്ചീവ്മെൻറ്റ് ഗോൾഡ് പ്ലേറ്റ് അവാർഡും അദ്ദേഹത്തിന് 2009 ലഭിച്ചു. നൊബേൽ പ്രൈസ് അദ്ദേഹത്തിന് ലഭിക്കുന്ന വർഷം 1986. ഓക്കെ, ഓഫ് സ്റ്റഡീസ് വാസ് എ പാർട്ട് ഓഫ് ഹൗ മെനി എസ്സേസ്, അല്ലേ? അപ്പോൾ ഫ്രാൻസിസ് ബേക്കൻ്റെ ഓഫ് സ്റ്റഡീസ് ആദ്യം പബ്ലിഷ് ചെയ്ത വർഷം ഓർത്ത് വെക്കുക, 1597. ആ സമയത്ത് 10 എസ്സേസ് ആണ് ഉണ്ടായിരുന്നത്. രണ്ടാമത് അത് റിവൈസ് ചെയ്തപ്പോൾ 1612 38 എസ്സേസായി. ആൻഡ് ലാസ്റ്റ് 1625 59 എസ്സേസ് ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the line poetry is a criticism of life occurs in the study of poetry which was published in 1880. ആരുടേതാണ്? മാത്യു അർണോൾഡിൻ്റേതാണ്. ആദ്യം അത് പബ്ലിഷ് ചെയ്ത ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ദ ഇംഗ്ലീഷ് പോയറ്റ്സ് ആന്തോളജി, ടെഡ് ഹ്യൂഗ്സിൻ്റെ ആന്തോളജിയിൽ ഇംഗ്ലീഷ് പോയറ്റ് എന്ന് പറയുന്ന അതിനകത്തൊരു ഇൻട്രൊഡക്ഷനായിട്ട് മാത്രമാണ് വന്നത്. പിന്നെ ലേറ്റർ അതെന്ത് ചെയ്തു, എസ്സേസ് ഇൻ ക്രിറ്റിസിസം എന്നുള്ള കളക്ഷനിൽ ഇത് പബ്ലിഷ് ചെയ്ത് വന്നു. അപ്പോൾ ഓർത്ത് വെക്കുക, മാത്യു അർണോൾഡിൻ്റെയാണ് സ്റ്റഡി ഓഫ് പോയട്രി. അതിലെ ലൈനാണ് പോയട്രി ഈസ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂ ക്രിറ്റിസിസം കൺസിഡേഴ്സ് ടെക്സ്റ്റ് ആസ് ഓട്ടോടെലിക്, അല്ലേ? ടെക്സ്റ്റിന് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നതാണ് ന്യൂ ക്രിറ്റിക്സ്. നമുക്ക് കുറച്ച് ഫാക്ട്സ് ഒന്ന് പഠിച്ചു വയ്ക്കാം. ഏലിയറ്റ് ബിലോങ്സ് ടു ന്യൂ ക്രിറ്റിസിസം വിച്ച് സ്ട്രെസ്സസ് ദ ഒബ്ജക്റ്റിവിറ്റി ഓഫ് ദി ലിറ്റററി ടെക്സ്റ്റ്. New critics views that a text is autotelic artifact, autonomous and which has its own life. Okay. Eliot's theory of objective correlative appears in his essay entitled Hamlet and His Problems, which was published in 1919. Objective correlative can be set as the object, situation or chain of events that are used to evoke particular emotion. നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്താ? നമ്മുടെ സ്ലീപ്പ് വാക്ക് സീൻ, അല്ലേ? മാക്ബത്തിലെ. ഓക്കെ,
അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻസൊക്കെ നമ്മളെ റീഡേഴ്സിൽ അല്ലെങ്കിൽ ആ പ്ലേ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ റൈറ്റർ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവ് കൊറിലേറ്റീവ് ടെക്നിക്കാണ്. ഏലിയട്ട് പറയുന്നത് ഹാംലെറ്റ് എന്നുള്ള പ്ലേയിൽ അതൊരു ഫെയിലിയർ ആയിരുന്നു. അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തിന് വില്യം ഷേക്സ്പിയറിന് അത് പറ്റിയില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡോക്ടർ ജോൺസൺസ് ലൈവ്സ് ഓഫ് ദ മോസ്റ്റ് എമിനൻറ്റ് ഇംഗ്ലീഷ് പോയറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം. ഓക്കെ, എന്താണ് ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം അറിയാമല്ലോ. ജോൺസൺ പറയുന്നത് ഈ നമ്മുടെ റൈറ്റേഴ്സിൻ്റെ ബയോഗ്രഫി നമ്മൾ അവരുടെ ലൈഫും പിന്നെ അവർക്കുണ്ടായ എക്സ്പീരിയൻസും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അവരുടെ പ്ലേസ് നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡോക്ടർ ജോൺസൻ്റെ ബുക്കാണ് ദ ലൈവ്സ് ഓഫ് ദി മോസ്റ്റ് എമിനൻറ്റ് ഇംഗ്ലീഷ് പോയറ്റ്സ്. അതിനകത്ത് ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസമാണ് അദ്ദേഹം കൺവേ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് മൈമാറ്റിക് ക്രിറ്റിസിസം വ്യൂസ് ലിറ്റററി വർക്ക് ആസ് ഇമിറ്റേഷൻ. ഓക്കെ, ഒരു എക്സാമ്പിളിലൂടെ അത് പഠിക്കാം. ഇഫ് എ പെയിൻറ്റർ പെയിൻറ്റ്സ് എ പിക്ചർ ഓഫ് സൺറൈസ് ദെൻ ദ പെയിൻറ്റിങ് ഈസ് ദ മിമിസിസം ഓഫ് റിയൽ സൺറൈസ്. അപ്പോൾ ലിറ്റററി വർക്ക് എന്ന് പറയുന്ന ഒരു ഇമിറ്റേഷനാണ് എന്ന് പറയുന്ന ഒരു ടേമാണ് ഈ മൈമാറ്റിക് ക്രിറ്റിസിസം, അല്ലേ? അതിൽ ലൈഫിനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോളറിഡ്ജ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് imagination dissolves, diffuses, dissipates in order to recreate റിലേറ്റ്സ് ടു. അപ്പോൾ ഈ കോളറിഡ്ജ് 2 ടൈപ്പ് ഓഫ് ഇമാജിനേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഒന്ന് പ്രൈമറി ഇമാജിനേഷൻ, സെക്കൻഡറി ഇമാജിനേഷൻ. അപ്പോൾ ഈ ഡിസോൾവ്സ്, ഡിഫ്യൂസ്, ഡിസിപ്പേറ്റ് എന്ന് പറയുന്നത് ഓർത്ത് വെക്കണം. അത് സെക്കൻഡറി ഇമാജിനേഷനിൽ വരുന്ന ഒരു ഫാക്റ്റാണ്. നമുക്ക് ഈ സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറയുന്നത് എന്താ? എ പോയറ്റ് റൈറ്റിംഗ് എ പോയം ദാറ്റ് കമ്പൈൻസ് ദ എലമെൻറ്റ്സ് ഓഫ് നേച്ചർ, ഹ്യൂമൻ ഇമോഷൻ ആൻഡ് അതർ ക്രിയേറ്റീവ് ഐഡിയാസ്. നമുക്കതൊന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ പ്രൈമറി ഇമാജിനേഷനിലാണെങ്കിൽ നമുക്കൊരു കാര്യം ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സൺറൈസ് കാണുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ സ്മൈൽ, ഒരു ബേബി സ്മൈൽ ചെയ്യുന്നു. അപ്പോൾ അതൊരു ഡയറക്റ്റ് ഇമാജിനേഷനാണ്. എന്നാൽ സെക്കൻഡറി ഇമാജിനേഷനിൽ അതൊരു പോയറ്റിൻ്റെ തോട്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കഴിവ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, ആ ഒരു ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് സെക്കൻഡറി ഇമാജിനേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർമൽ ക്രിറ്റിസിസം റിലേറ്റ്സ് ടു ദ സ്ട്രക്ചർ ഓഫ്. അവിടെ ഫോർമൽ ക്രിറ്റിസിസം ഒരു ടെക്സ്റ്റിൻ്റെ എന്തിനാണ്, അല്ലെങ്കിൽ വർക്ക്, പോയട്രി, അതിൻ്റെ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? തീർച്ചയായിട്ടും ലിറ്റററി ഡിവൈസസിനാണ്, അല്ലേ? ഫോർ എക്സാമ്പിൾ ആലിറ്ററേഷൻ, അസോണൻസ് ആൻഡ് മെറ്റഫർ എന്നൊക്കെയാണ്, റിഥമിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഫോർമൽ ക്രിറ്റിസിസം. ഓക്കെ, റിലേറ്റ്സ് ടു ദ സ്ട്രക്ചർ ഓഫ് ടെക്സ്റ്റിൻ്റെ ലിറ്റററി ഡിവൈസസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The basic problems associated with learning English as a second language begins with listening and reading, vocabulary, pronunciation. ഇതെല്ലാം ബേസിക് പ്രോബ്ലംസ് ആണ്. ഓക്കെ, ശരി. ഫങ്ഷണൽ ഗ്രാമർ ഫോക്കസസ് ഓൺ. ഫങ്ഷണൽ ഗ്രാമർ നമുക്കറിയാമല്ലോ, നമ്മൾ ഡെയിലി യൂസിൽ ഉപയോഗിക്കുന്നതിനെയാണ് ഫങ്ഷണൽ ഗ്രാമർ എന്ന് പറഞ്ഞാൽ. അതായത് കോണ്ടെക്സ്റ്റൽ യൂസ് ആണ്, അല്ലേ? സച്ച് ആസ് ഗിവിങ് അഡ്വൈസസ്, അപ്പോളജി, എഗ്രീയിങ്, ഓർഡറിങ് ഫുഡ് ഇൻ എ റെസ്റ്റോറൻറ്റ്. ഇതെല്ലാം ഫങ്ഷണൽ ഗ്രാമറിൻ്റെ എക്സാമ്പിൾസ് ആണ്. കോണ്ടെക്സ്റ്റൽ യൂസിലാണ് ഫങ്ഷണൽ ഗ്രാമർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. എ ടൈപ്പ് ഓഫ് ടീച്ചിങ് പ്രോസസ് ഇൻ വിച്ച് ദ ടീച്ചർ മേക്സ് സെൽഫ് ഒബ്സർവേഷൻ ആൻഡ് സെൽഫ് ഇവാലുവേഷൻ വിത്ത് എ വ്യൂ ടു ബിക്കം എ മോർ എൻഗേജിങ് ടീച്ചർ. അപ്പോൾ ആ ഒരു ടീച്ചിങ് ടെക്നിക്ക് നമ്മൾ റിഫ്ലക്റ്റീവ് ടീച്ചർ എന്ന് നമുക്ക് പറയാം, അല്ലേ? അതായത് റിഫ്ലക്റ്റീവ് ടീച്ചിങ്ങിൽ ടീച്ചർ എന്ത് ചെയ്യുന്നു, സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യുന്നു. ഒരു ആക്ഷൻ റിസർച്ചും അതുപോലെ പ്രൊഫഷണൽ ഗ്രോത്തൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അവിടെ സ്റ്റുഡൻറ്റ് സെൻറ്റേഴ്സ് അപ്രോച്ചൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ ക്ലാസ് റൂം എന്ത് ചെയ്യുന്നു, എൻഹാൻസ് ചെയ്യാൻ, അത് മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേരിയേഷൻ ദ ലാംഗ്വേജ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് യൂസ്. ഈ വേരിയേഷൻസ് ഓഫ് ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പോൾ പ്രൊഫഷണൽ യൂസ് ചെയ്യുന്ന പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു അഡ്വക്കേറ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ഒക്കെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജും നമ്മൾ സംസാരിക്കുന്ന കോമൺ മാൻ സംസാരിക്കുന്ന ലാംഗ്വേജുമായിട്ടൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും. അതിനെ രജിസ്റ്റർ എന്നാണ് പറയുന്നത്. തോമസ് ബെർട്രാം വാലസ് റൈഡ് അല്ലെങ്കിൽ TBW റൈഡ് കോയിൻഡ് ദ ടേം രജിസ്റ്റർ.
ഇൻ 1956. അപ്പോൾ ആ ഒരു വേരിയേഷൻസ് നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? യെസ്, അതിന് രജിസ്റ്റർ എന്നാണ്, ആ വേരിയേഷൻസിനെയാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദി മോഡൽസ് ഓഫ് ടീച്ചിങ് ഹാസ് ഫോക്കസ്ഡ് ഓൺ ആക്ടിവേറ്റിംഗ് സ്റ്റുഡൻസ് ക്രിയേറ്റിവിറ്റി? ദാറ്റ് ഈസ് സിനാക്റ്റിക്സ് എന്നാണ് പറയുന്നത് ഈ മോഡൽ ഓഫ് ടീച്ചിങ്. പ്രത്യേകിച്ച് ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട്, സ്റ്റുഡൻസിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു മോഡലാണ് സിനാക്റ്റിക്സ് എന്ന് പറയുന്നത്. റീഡിങ് ബിയോണ്ട് ദ ലൈൻ റെഫേഴ്സ് ടു, നമ്മൾ സാധാരണ ഇംഗ്ലീഷിലൊക്കെ പറയുന്നതാണ്, കൂടുതലായിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക. അത് എക്സ്റ്റെൻസീവ് റീഡിംഗ് ആണോ ഇൻറ്റൻസീവ് റീഡിംഗ് ആണോ എന്നുള്ളതായിരുന്നു ഓപ്ഷനിൽ കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം. ഒരു എക്സാമിനൊക്കെ നമ്മൾ പഠിക്കുന്നതാണെങ്കിൽ അത് ഇൻറ്റൻസീവ് റീഡിംഗ് ആണ്, റീഡിംഗ് ബിയോണ്ട് ദ ലൈൻ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ദ എക്സിസ്റ്റിംഗ് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് ഈസ് ഫോർമുലേറ്റഡ് ഇൻ ദ ഇയർ 2007. Key object of continuous and comprehensive evaluation is the scaffold students for further improvement. അല്ലേ, ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷനൊക്കെ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് ഫർദർ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സൈക്കോ അനലിറ്റിക് എക്സ്പേർട്ട് എക്സ്പ്ലെയിൻസ് എ ഫിനോമിന ആസ് ആൻ അറ്റംപ്റ്റ് ടു ഇൻറ്റഗ്രേറ്റ് വാല്യൂ ലേൺഡ് ഫ്രം പാരൻസ് ആൻഡ് സൊസൈറ്റി. ഹൗ ടു ഡു, നെയിം ഇറ്റ്. ഓക്കെ, അപ്പോൾ സൈക്കോ അനലിറ്റിക് എക്സ്പേർട്ട് എക്സ്പ്ലെയിൻസ് ഫിനോമിന ആസ് ആൻ അറ്റംപ്റ്റ് ടു ഇൻറ്റഗ്രേറ്റ് ദ വാല്യൂ ലേൺഡ്, അതിനെയാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ദ ക്രിട്ടിക് ഹൂ റിഗാർഡ് ജോൺ ഡൺ ആസ് ദി മൊണാർക്ക് ഓഫ് വിറ്റ്. ഓക്കെ, മെറ്റാഫിസിക്കൽ പോയറ്റായിട്ടുള്ള ജോൺ ഡണ്ണിനെ മൊണാർക്ക് ഓഫ് വിറ്റ് എന്ന് പറയുന്നത് JB ലിഷ്മാൻ ആണ്, ഓർക്കുക. ദെൻ ഹൂ സെഡ് ദ എലിസബത്തൻ പ്ലേ വിത്ത് വേർഡ് മെറ്റാഫിസിക്കൽ, യെസ്, ആരാണ് പറഞ്ഞത്? എലിസബത്ത് കളിക്കുന്നത് വാക്കുകൾ കൊണ്ടാണെങ്കിൽ മെറ്റാഫിസിക്കൽ കളിക്കുന്നത് അവർ ഉപയോഗിക്കുന്ന തോട്ട്സ് ആണ് എന്ന് പറഞ്ഞത് സർ വാൾട്ടർ സ്കോട്ടാണ്. ഓക്കെ, പാഷനേറ്റ് തിങ്കിങ് ഈസ് ദ ചീഫ് മാർക്ക് ഓഫ് മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് കമൻറ്റ് ചെയ്ത് ഒപ്പിൻ ചെയ്തത് TS ഏലിയറ്റ് ആണ് എന്നുള്ളതും ഓർത്ത് വെക്കുക. അപ്പോൾ 4 ഫാക്ട്സ് നമ്മൾ പറഞ്ഞു. ഒന്ന്, ജോൺ ഡണ്ണിനെ നമ്മൾ മൊണാർക്ക് ഓഫ് ദ വിറ്റ് എന്ന് പറഞ്ഞത് ആര് എന്നുള്ളതാണ്, ഓർക്കുന്നുണ്ടോ? ഒരു ലിഷ്മാൻ ആണ് അല്ലേ. പിന്നെ രണ്ടാമത്തെ ഫാക്റ്റ് നമ്മൾ പറഞ്ഞത് എലിസബത്ത് എന്ത് ചെയ്യുന്നു, എലിസബത്തൻ കാലഘട്ടത്തെ പ്ലേസ് അവർ വേർഡ്സ് ആണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് യൂസ് ചെയ്തിരുന്ന തോട്ട്സ് ആണ് എന്ന് പറഞ്ഞത് സർ വാൾട്ടർ സ്കോട്ടാണ്. ആൻഡ് പാഷനേറ്റ് തിങ്കിങ് ഈസ് ദ ചീഫ് മാർക്ക് ഓഫ് മെറ്റാഫിസിക്കൽ പോയട്രി പറഞ്ഞത് ഏലിയറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദി വേർഡ് ഖാസം ഈസ്, ഇതാണ് ഖാസം. ഖാസം എന്ന് പറഞ്ഞാൽ വിടവ് അല്ലേ, ഗർത്തം അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നത എന്നൊക്കെ പറയുന്ന ഒരു വേർഡാണ് ഖാസം. അതിൻ്റെ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഡിഫ്തോങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, 2 വവൽസ് ഒരു സിലബിളിൽ വരുന്നതാണ്. ദ ബ്ലെൻഡ് ഓഫ് 2 വവൽ സൗണ്ട്സ് വിത്തിൻ എ സിംഗിൾ സിലബിൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റെയിൻ എന്ന് എഴുതുമ്പോൾ എയും ഐയും, ഫിയർ എന്ന് പറയുമ്പോൾ ഇയും എയും, 2 വവൽസ് ഒരു സിലബിളിൽ യൂസ് ചെയ്യുന്നതാണ് ഡിഫ്തോങ്സ്. റീഡിങ് സ്റ്റോറീസ്, നോവൽസ്, കോമിക്സ്, കാർട്ടൂൺസ്, അത് നമുക്കറിയാമല്ലോ എന്ത് തരം റീഡിംഗ് ആണ്. നമ്മൾ തൊട്ട് മുന്നേ റീഡിംഗ് ബിയോണ്ട് ദ ലൈൻസ് ഇൻറ്റൻസീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് എക്സ്റ്റെൻസീവ് റീഡിംഗ്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് റെഫേഴ്സ് ടു ദ ഓവറോൾ പാറ്റേൺ ഓഫ് ദി സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് സിലബിൾ ഇൻ എ ലാംഗ്വേജ് ഈസ് റിഥം. ഓക്കെ, to which subgroup of Indo-European language does the language Persian belongs? അത് ബിലോങ് ചെയ്യുന്നത് ഇൻഡോ ഇറാനിയൻ ആണ് എന്നുള്ളതും ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, വിച്ച് ലാംഗ്വേജ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ലോൺ വേർഡ്സ് ടു ഇംഗ്ലീഷ് റിലേറ്റഡ് ടു ഫിലോസഫി, ആർട്ട്, ക്യുസൈൻ സച്ച് ആസ് ബോൺ അപ്പറ്റൈറ്റ് ആൻഡ് കൾ ഡി സാക്ക്. ഇപ്പം നമ്മൾ ചില വാക്കുകളൊക്കെ ഇല്ലേ, ഇപ്പം മട്ടൻ, പോർക്ക് എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ട് നമ്മൾ ലോൺ എടുത്തിരിക്കുന്നതാണ് അല്ലേ. നമ്മൾ അതേത് ഭാഷയിൽ നിന്നാണ്? ഫ്രഞ്ച് ഭാഷയാണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടേം റെഫേഴ്സ് ടു ദ ഫിനോമിന ഓഫ് ഇൻ അമേരിക്കൻ ഇംഗ്ലീഷ് വെയർ ദ പ്രൊനൗൺസിയേഷൻ ഓഫ് ആർ സൗണ്ട് മെയിൻറ്റെയിൻഡ് ഇൻ ഓൾ കോണ്ടെക്സ്റ്റ്, ദാറ്റ് ഈസ് റെറ്റോസിറ്റി. ഓക്കെ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഈ സൗണ്ട് എന്ത് ചെയ്യുന്നില്ല, പ്രൊനൗൺസ് ചെയ്യുന്നില്ല. കൂടുതലും ഇന്ത്യൻ, ഓസ്ട്രേലിയൻ, അതുപോലെ ഹിന്ദി ലൊക്കെയാണ് നമ്മൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ തൊട്ട് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ആ ഒരു സൗണ്ട് നമ്മൾ
പഠിച്ചു പോയായിരുന്നു. ഇത് ഇപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷിലാണെങ്കിൽ റെറ്റോസിറ്റി എന്നാണ് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സിംബൽ ഇൻ ഇൻ്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ് റെപ്രസെൻറ്റ് ദ വോയിസ്ലെസ് വാലർ സ്റ്റോപ്പ് സൗണ്ട് ഓഫ് ദി വേർഡ് കാറ്റ്, ഗ് എന്നൊക്കെ ഉള്ള ഓപ്ഷൻസാണ് തന്നിരുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് അതറിയാം. ആണ് കാറ്റിൻ്റെ ആ ഒരു ഫസ്റ്റ് പ്രൊനൗൺസിയേഷൻ. നമ്മൾ ആൽഫബറ്റിക് വോയിസ്ലെസ് വാലർ സ്റ്റോപ്പ് വരുന്ന ആണ്. ഓക്കെ, സോ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ലിസ്ണിംഗ് ദ ക്ലാസ്. If you liked the video, please make the